മഴ പെയ്ത് കഴിയുമ്പം നിങ്ങളുടെ വീടിനുള്ളിലെ ഇലക്ട്രിക്കൽ സ്വിച്ച് ബോർഡ്സിനുള്ളിലൂടെ വെള്ളം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡി ബിയുടെ ഉള്ളിൽ വെള്ളം വന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം വിളിക്കേണ്ടത് ആ വർക്ക് ചെയ്ത ഇലക്ട്രീഷ്യനെയാണ്, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്ത ഇലക്ട്രിക്കൽ വർക്കേഴ്സിനെയാണ്. ആ ബിൽഡിംഗ് പ്ലാൻ ചെയ്ത ആൾക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും ചെയ്യാനുണ്ടാവണമെന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത്, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ എവിടെയെങ്കിലും ഒരു കോൺഡ്യൂട്ട്, ഒരു ഇലക്ട്രിക്കൽ വയർ പോകുന്ന ഒരു പൈപ്പ് സീലിംഗിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വാളിലോ പിന്നീട് ഒരു ലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഡമ്മി ആയിട്ടോ എവിടെയെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയ്ഡിന്റെ എഡ്ജിലൂടെ വരുന്ന വെള്ളം, അല്ലെങ്കിൽ റൂഫിൽ ഏതെങ്കിലും ഷെയ്ഡിന്റെ കോർണറിൽ കിടക്കുന്ന വെള്ളം ആ പർട്ടിക്കുലർ കോൺഡ്യൂട്ട് ക്ലോസ്ഡ് അല്ലെങ്കിൽ അതുവഴി ഇറങ്ങി ഈസി ആയിട്ട് നമ്മുടെ ഇതിനുള്ളിലൂടെ മുഴുവൻ ഒരു പ്ലംബിംഗ് ലൈൻ പോലെ ആ പൈപ്പിനുള്ളിൽ കൂടെ വന്ന് നമ്മുടെ ഡി ബി അല്ലെങ്കിൽ സ്വിച്ച് ബോർഡ് അതിനുള്ളിലൂടെ പുറത്തേക്ക് വരും. ചിലപ്പോൾ നമ്മുടെ സോക്കറ്റ്സിനുള്ളിൽ കൂടെ തന്നെ വെള്ളം പുറത്തേക്ക് വന്നെന്നിരിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടുത്തെ ഇലക്ട്രീഷ്യൻ വന്ന് ഈ പറഞ്ഞ പോലെയുള്ള ഏതാണ് പോയിന്റ് എന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്ത് 20 രൂപയുടെ 30 രൂപയുടെ നോർമൽ ഒരു ഡമ്മി വാങ്ങി അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. കുറച്ച് സിലിക്കണും കൂടി ഇട്ട് സീൽ ചെയ്താൽ ആ പ്രോബ്ലം ഈസി ആയിട്ട് അവിടെ നമുക്ക് മാറ്റാൻ കഴിയും. ഇതല്ലാതെ വേറെ ഒരു ചെറിയ പോസിബിലിറ്റി ബാക്കി നിൽക്കുന്നത്, ബിൽഡിങ്ങിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡ്രില്ലിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രില്ലിംഗ് ഏതെങ്കിലും കോൺഡ്യൂട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴിയും വെള്ളം കയറാനുള്ള ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അതും ഈ ഇലക്ട്രീഷ്യൻ തന്നെ ആ ഡ്രില്ലിങ്ങുകളെല്ലാം ചെക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്.